ഹായ്, ഇസ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ഡബ്ല്യു ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊരു വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ആപ്പർ ലൈവാസ്റ്റ് കോപ്പാണ് ഓൾവേസ് പോസിറ്റീവായി. ഇപ്പം നമ്മളിന്ന് നോക്കുന്നത് മൈ തോട്ട്സ് മലയാളി ഫ്രം ഇന്ത്യ. മലയാളി ഫ്രം ഇന്ത്യ എന്ന മൂവിയെക്കുറിച്ചുള്ള എൻ്റെ ചിന്തകൾ, മൂവി റിവ്യൂ, അതാണിന്ന് നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കുന്നത്. മലയാളി ഫ്രം ഇന്ത്യ പ്രൊമോസിലൂടെയും മാർക്കറ്റിംഗ്, ഓൺലൈൻ മാർക്കറ്റിങ്ങിലൂടെയും വൻ ഹൈപ്പ് നേടിയെടുത്ത ചിത്രമായിരുന്നു മലയാളി ഫ്രം ഇന്ത്യ എന്നത്. അപ്പോൾ ആദ്യ ദിനം തന്നെ ആ ചിത്രം കാണുവാനായിട്ടുള്ള അവസരം ലഭിച്ചു. പ്രൊമോസ് ഇറങ്ങുമ്പോൾ തന്നെ, പ്രൊമോസ് കണ്ടപ്പോൾ തന്നെ തീരുമാനിച്ചാണ് ഈ സിനിമ കാണണമെന്നത്. ആ രീതിയിലുള്ള നല്ല പ്രൊമോസായിരുന്നു സംവിധായകൻ ഡിജോ ഒരുക്കിയത്. ആ ഒരു പ്രൊമോസിലൂടെ കിട്ടിയ ഒരു ഹൈപ്പ് ചിത്രം നിലനിർത്തിയോ അല്ലെങ്കിൽ ആ ഹൈപ്പിനോട് നീതി പുലർത്തിയോ എന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. മലയാളി ഫ്രം ഇന്ത്യ. പക്ഷേ അപ്പോൾ ഡിജോ ജോസ് ആൻ്റണിയെക്കുറിച്ച് പറയുമ്പോൾ സംവിധായകൻ, അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ ചിത്രമാണ് മലയാളി ഫ്രം ഇന്ത്യ എന്നത്. ആദ്യ ചിത്രം ക്യൂന്, രണ്ടാമത്തെ ചിത്രം ജനഗണമന, രണ്ടും വലിയ വിജയങ്ങളായിരുന്നു. അപ്പോൾ അദ്ദേഹം നിവിൻ പോളിയുമായിട്ട് ആദ്യമായിട്ട് ഒന്നിക്കുന്നു. ആ ഒരു കോംബോ തന്നെ വളരെ ഫ്രഷ് കോംബോ ആയിട്ട് ഫീൽ ചെയ്തു. ചിത്രം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ആ ഒരു കോമ്പിനേഷന് വളരെ ഒരു എക്സ്പെക്റ്റേഷൻ ആയിരുന്നു. ഡിജോ ജോസ് ആൻ്റണി, അദ്ദേഹത്തിൻ്റെ മേക്കിങ്ങും അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ച രീതികളുമൊക്കെ വളരെ നന്നായിട്ടുണ്ട്. വളരെ സീരിയസ് ആയിട്ടൊരു വിഷയത്തെ അദ്ദേഹം വളരെ ഹ്യൂമറായിട്ട് അവതരിപ്പിച്ചു. മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും പേരിൽ നടക്കുന്ന കാര്യങ്ങളും ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളും, അതോടൊപ്പം ആ ഒരു ഇന്ത്യ പാകിസ്ഥാൻ എന്നുള്ള ആ ഒരു വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു ഇതും, അത് വളരെ നല്ല രീതിയിൽ അദ്ദേഹം അവതരിപ്പിച്ചു. മതത്തിൻ്റെ രാഷ്ട്രീയത്തിനെയൊക്കെ പേരിൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങളും ഒക്കെ വളരെ നല്ല രീതിയിൽ, വളരെ സീരിയസ് ആയിട്ടൊരു കാര്യത്തെ വളരെ ഹ്യൂമറസ് ആയിട്ട് അദ്ദേഹം തന്നെ മേക്കിങ്ങിലൂടെ അവതരിപ്പിച്ചു എന്ന് പറയാം ഡയറക്ടർ ഡിജോ ജോസ് ആൻ്റണി. പിന്നെ ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം സ്റ്റാർട്ടിങ് തന്നെ വളരെ നല്ല വിഷ്വൽസാണ്. സുദീപാണ് ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത്. സ്റ്റാർട്ടിങ് തന്നെ വളരെ മനോഹരമായ വിഷ്വൽസ്, അതോടൊപ്പം സെക്കൻഡ് ഹാഫൊക്കെ വളരെ നല്ല രീതിയിൽ നല്ല വിഷ്വൽസാണ്. സെക്കൻഡ് ഹാഫിൽ ആ മരുഭൂമി സിറ്റുവേഷൻസും കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ഹാഫിലെ കേരളത്തിൻ്റെ ആ ഒരു ഭൂമിശാസ്ത്രപരമായ കേരളത്തിൻ്റെ ആ ഒരു മനോഹാരിതയും ഒക്കെ വളരെ നല്ല സിനിമാറ്റോഗ്രാഫി ഇതിൽ വളരെ മനോഹരമായിട്ട് എടുത്തിട്ടുണ്ടെന്ന് പറയാം. അതോടൊപ്പം മ്യൂസിക് ഡയറക്ടർ ജെയ്ക്സ് ബിജോയ്, അദ്ദേഹത്തിനെ കുറിച്ച് പറയുമ്പോൾ ഇതിൽ കൃഷ്ണ സോങ് വളരെയധികം ഇഷ്ടപ്പെട്ടു. ബാക്കിയുള്ള സോങ്സ് ഒന്നും എനിക്കെന്തോ വലിയ ഫീൽ ചെയ്തില്ല. ബട്ട് കൃഷ്ണ സോങ് നന്നായിരുന്നു, വളരെ നന്നായിരുന്നു. പിന്നെ പ്രമോ സോങ്ങായ മലയാളി ഫ്രം ഇന്ത്യ എന്നുള്ള ആ മലയാളി പ്രമോ സോങ്, അത് ചിത്രത്തിൽ കണ്ടില്ല. അത് പ്രൊമോഷന് വേണ്ടി മാത്രമായിട്ട് എടുത്തതായിരുന്നു എന്ന് തോന്നുന്നു. അത് വളരെ നല്ലൊരു സോങ് ആയിരുന്നു, ബട്ട് അത് ചിത്രത്തിൽ കണ്ടില്ല. കൃഷ്ണ സോങ് സൂപ്പറായിരുന്നു. വേറെ 2-3 സോങ്സ് ഉണ്ടെങ്കിലും അതൊന്നും വലിയധികം കാര്യമായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം. പിന്നെ ഇതിൻ്റെ ഹീറോ നിവിൻ പോളിയെക്കുറിച്ച് പറയുമ്പോൾ വർഷങ്ങൾക്ക് ശേഷത്തിലൂടെ ഒരു ശക്തമായൊരു തിരിച്ചുവരവ് നടത്തിയിട്ട് ഇങ്ങനെ അടുത്ത സിനിമയായിരുന്നു മലയാളി ഫ്രം ഇന്ത്യ എന്നത്. അപ്പോൾ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജോലി അദ്ദേഹം ഭംഗിയായിട്ട് നിർവഹിച്ചു. ഫസ്റ്റ് ഹാഫിൽ, അതായത് ഒരു വടക്കൻ സെൽഫി, ഒരു 1983 ആ മോഡലുള്ളൊരു ക്യാരക്ടറൈസേഷൻ ഫസ്റ്റ് ഹാഫിൽ. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റേതായ രീതിയിലുള്ള കോമഡികളും, അദ്ദേഹത്തിന് മാത്രം ചെയ്യാൻ പറ്റുന്ന ചില കോമഡികൾ, ചില കോമഡികൾ, ചില കാര്യങ്ങളൊക്കെ അദ്ദേഹം വളരെ ഭംഗിയായിട്ട് സെക്കൻഡ് ഹാഫിൽ അവതരിപ്പിച്ചു. ആകെ മൊത്തത്തിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് സൂപ്പറായിരുന്നു അദ്ദേഹത്തിൻ്റേത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടായിട്ട് അഭിനയിച്ച ധ്യാൻ ശ്രീനിവാസന്, ആ ഒരു കോമ്പിനേഷൻ തന്നെ വളരെയധികം ഫ്രഷ് കോമ്പിനേഷനായിരുന്നു. ആൽപ്പറമ്പിൽ ഗോപി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ കഥാപാത്രം. നിവിൻ്റെ കഥാപാത്രത്തിൻ്റെ പേര്. ധ്യാൻ ശ്രീനിവാസൻ്റെ കഥാപാത്രം മൽഘോഷ്. ഇവരുടെ 2 പേരുടെയും ഇടയിൽ ജീവിതത്തിൽ നടക്കുന്ന ഒരു സംഭവമാണ് സിനിമ മുന്നോട്ട് കൊണ്ടുപോകുന്നത് തന്നെ. 2 പേരും അവരവരുടെ ജോലികൾ വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചെന്ന് പറയാം. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിലുള്ള നിവിൻ പോളിയുടെ എക്സ്പ്രഷൻസൊക്കെ തന്നെ, അതിൽ തന്നെ നമുക്ക് ചിരി വരുന്നുണ്ട്. അപ്പോൾ വളരെ കോമഡിയൊക്കെ നല്ല രീതിയിൽ വർക്കൗട്ടായിട്ടുണ്ട്. ധ്യാനേക്കാട്ടിലും കൂടുതൽ കോമഡി നിവിൻ തന്നെയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്, പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ. പിന്നെ അനശ്വര രാജന്, ഹീറോയിന്. അനശ്വര രാജിന് കുറച്ച് സീൻസേ ചിത്രത്തിലുള്ളൂ, ബട്ട് എനിക്കത് കണ്ടിട്ട് തോന്നിയത് എന്തിനായിരുന്നു ഈ കഥാപാത്രം എന്നാണ്. കാരണം ആ ഒരു നായികയും ചിത്രവുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല, ആവശ്യമില്ലാത്തൊരു കാസ്റ്റിംഗ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നി. പിന്നീട് സലിംകുമാർ, വിജയകുമാർ, മഞ്ജു പിള്ള, എല്ലാവരും അവരവരുടെ ജോലികൾ
വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചു. പിന്നെ ആവശ്യമില്ലാത്ത കുറേ കഥാപാത്രങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നി. പ്രത്യേകിച്ച് ധ്യാൻ ശ്രീനിവാസൻ അച്ഛനായിട്ട് അഭിനയിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ആ ഒരു ക്യാരക്ടറൊന്നും സിനിമയ്ക്ക് ആവശ്യമില്ലായിരുന്നു. അൻഷരാരാജൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ എന്തോ അതൊന്നും എനിക്ക് അത്ര വലിയ ഇതായിട്ട് തോന്നിയില്ല എന്ന് പറയാം. പിന്നീട് സെക്കൻഡ് ഹാഫിൽ നിവിൻ്റെ കൂടെ അഭിനയിച്ച ആ ഒരു പാകിസ്ഥാനിയായിട്ടൊരു വ്യക്തി, അദ്ദേഹം വളരെ നല്ലൊരു ആക്ടിങ് ആയിരുന്നു എന്ന് പറയാം. ഫസ്റ്റ് ഹാഫ് ഡീസൻ്റായ ഫസ്റ്റ് ഹാഫ്, സെക്കൻഡ് ഹാഫും ഡീസൻ്റായ സെക്കൻഡ് ഹാഫ്, ലാഗൊന്നും ഇല്ലാതെ. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി നമുക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നും. പ്രത്യേകിച്ച് ഇമോഷണൽ സീൻസ്, നിവിൻ്റേതായ കുറേ കോമഡികളും പിന്നെ ആ ക്ലൈമാക്സിലോട്ട് അടുക്കുമ്പോഴുള്ള ഇമോഷൻസും കാര്യങ്ങളൊക്കെ വളരെ കണക്റ്റായിട്ട് തോന്നും. മൊത്തത്തിലാകെ പറയുമ്പോൾ ഒരു വൺ ടൈം വാച്ചബിൾ എന്ന് പറയാം. ഒരു വൺ ടൈം വാച്ചബിൾ മൂവി അതേ ഉള്ളൂ. പക്ഷേ ആ ഒരു ഇവർ കൊടുത്ത ഹൈപ്പും ചിത്രവുമായിട്ട് നോക്കുമ്പോൾ അത് ഹൈപ്പിനോട് നീതി പുലർത്തിയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ വൺ ടൈം വാച്ചബിൾ കോമഡിയൊക്കെ ഉണ്ട്, കാര്യങ്ങളുണ്ട്, വലിയ ലാഗില്ല, നല്ലൊരു സോഷ്യൽ മെസ്സേജൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇവർ കാണിച്ച പ്രൊമോസും പക്ഷേ തിയേറ്ററിനകത്തേക്ക് നമ്മൾ ചെന്ന് ഇരുന്ന് കാണുമ്പോഴും തമ്മിൽ രണ്ടും ഡിഫറൻസാണ് നമുക്ക് ഫീൽ ചെയ്തത്. കാരണം പ്രൊമോസ് കണ്ടിട്ട് പോകുമ്പോൾ അകത്ത് കയറി കഴിയുമ്പോൾ എന്നടാ പണി വെച്ചെടുക്കുക, ഇതൊക്കെ തന്നെ ഇவ்வளோ ബിൽഡപ്പ് എന്ന രീതിയിലുള്ളൊരു മൈൻഡ് സെറ്റാണ് നമുക്ക് വരുന്നത്. കാരണം പ്രൊമോസും ചിത്രവും തമ്മിലൊരു ബന്ധമില്ലാത്ത രീതിയിൽ ഉള്ള മാർക്കറ്റിംഗ് ഓവറായിപ്പോയി എന്ന് എനിക്ക് തോന്നി. അതാണ് സംഭവിച്ചതെന്ന് പറയാം. ആകെ മൊത്തത്തിൽ ഒരു ഫസ്റ്റ് ഹാഫ് ഡീസൻ്റായ ഒരു ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫ് ഒരു ഫീൽ ഗുഡ് സെക്കൻഡ് ഹാഫുമായിട്ട് ഒരു വൺ ടൈം വാച്ചബിൾ, ബോറടിക്കാത്ത രീതിയിൽ ഒരു സോഷ്യൽ മെസ്സേജൊക്കെ പറഞ്ഞുകൊണ്ടൊരു ചിത്രം എന്ന രീതിയിലാണ് ഇതിനെ നമുക്ക് തോന്നിയത്. പിന്നെ ഫസ്റ്റ് ഹാഫിലൊക്കെ പറയുമ്പോൾ നിവിനും ധ്യാനും കൂടെ വന്ന് നിൽക്കുമ്പോൾ തന്നെ പിന്നെ ബാക്കിയുള്ള ക്യാരക്ടേഴ്സിന് സ്ക്രീനിൽ സ്പേസ് ഇല്ലാത്ത രീതിയിൽ, അതായത് അവരുടെ ആ ഒരു വെയിറ്റും കാര്യങ്ങളുമൊക്കെ മറ്റ് ക്യാരക്ടറുകളെ ഒരു സ്ക്രീനിൽ സ്പേസ് ഇല്ലാത്ത രീതിയിലേക്ക് വരുന്നുവെന്ന് തോന്നി. അതെ, അതൊരു രീതിയിലുള്ളൊരു എന്താ പറയുന്നത്, ഓവർ വെയിറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അതൊക്കെ നമുക്കൊരു അരോചകമായിട്ട് തോന്നി ഫസ്റ്റ് ഹാഫിലൊക്കെ. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ പിന്നെ കുഴപ്പമില്ല എന്ന രീതിയിലൊക്കെ തോന്നി. കുറച്ച് വ്യക്തതയില്ലാത്ത കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ട്. മൊത്തത്തിലൊരു ഡീസൻറ്റ് മൂവി, ഒരു വൺ ടൈം വാച്ചബിൾ, ഒരു ആവറേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്, എനിക്ക് ഫീൽ ചെയ്തത്. അതിന് കാരണം തന്നെ ഇവരുടെ ആ ഓൺലൈൻ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കാം. പ്രൊമോസൊക്കെ പുറത്ത് വിട്ട് അതുമായിട്ട് ഇപ്പോൾ ആ കൃഷ്ണ സോങ്ങൊക്കെ കണ്ടിട്ട് തിയേറ്ററിലേക്ക് പോകുന്ന ഒരാൾ, ഇപ്പോൾ യൂത്തായിട്ടൊരാൾ പോവുകയാണെങ്കിൽ പക്ഷേ അകത്ത് കയറി കഴിയുമ്പോൾ വേറൊരു രീതിയിലാണ് കഥ നടക്കുന്നത്. റൊമാൻസൊക്കെ ആയിട്ട് വിചാരിച്ച് പോകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ അതൊന്നുമില്ല. ആ ഒരു രീതിയിലുള്ളൊരു ഇതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ചിത്രത്തിൻ്റെ ആശയവും അല്ലെങ്കിൽ ചിത്രത്തിൻ്റെ കാര്യങ്ങളും കണ്ടൻറ്റും ഒക്കെ വളരെ നല്ലതാണ്. പക്ഷേ കൊടുത്ത പ്രൊമോഷനും കാര്യങ്ങളുമൊക്കെ തെറ്റായിപ്പോയി എന്നാണ് എനിക്ക് തോന്നിയത്. മലയാളി ഫ്രം ഇന്ത്യ എന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.